ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ കുറേ ആൾക്കാരെങ്കിലും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തെറി പറയാൻ സാധ്യതയുണ്ട്, വളരെ കൂടുതലാണ്. നമ്മൾ 2 ദിവസം മുന്നേ കേട്ടൊരു വാർത്തയാണ് ഹരീഷ് കണാരൻ്റെ 20 ലക്ഷം രൂപ തട്ടിച്ച് പ്രൊഡക്ഷൻ കൺട്രോളർ ബാദുഷ. ഈ വാർത്ത കണ്ടപ്പോഴേക്കും ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഈ ഹരീഷ് കണാരൻ അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നോട് സംസാരിച്ച സുഹൃത്തിനോട് ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്. നീ ഇത് റിയാക്ട് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ബാദുഷ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പൈസ വാങ്ങിച്ചോ വാങ്ങിച്ചില്ലയോ. ഇപ്പോൾ ഹരീഷ് ഏട്ടൻ പറയുന്നത് അദ്ദേഹം പൈസ വാങ്ങിച്ചു, അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. ടൊവിനോ വരെ ചോദിച്ചു അദ്ദേഹത്തിന് സിനിമയിൽ എന്തേ വിളിച്ചിട്ട് വരാത്തത്, സമയമില്ല, ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞല്ലോ. ആ കാര്യത്തെക്കുറിച്ച് ടൊവിനോയോ ബാദുഷ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർക്ക് ധർമ്മജൻ ബോൾഗാട്ടി കാശ് കൊടുത്തിട്ടുണ്ട്. ഇതും ഹരീഷ് കണാരൻ ആരോപിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ധർമ്മജൻ ഇതേക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിൽക്കവേ ബാദുഷ എന്ന് പറഞ്ഞ വ്യക്തി വന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗം സംസാരിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡ് മാത്രം കേട്ടുകൊണ്ട് നമുക്ക് ഒരാളെയും ഇതിനകത്ത് വിമർശിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ കഴിയില്ല. ഞാനിപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം വേറൊന്നാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് വരുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം ആൾക്കാരിലേക്ക് ഈ വിഷയം എത്തും. വളരെ സീരിയസ് ആയ ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ എന്നെ തെറി പറഞ്ഞാലും പ്രശ്നമില്ല, ഞാനിപ്പോൾ ഇതിനകത്ത് ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ ബാദുഷ അല്ലെങ്കിൽ ബാദുക്ക ഒരുപാട് നല്ല പ്രവർത്തികൾ അല്ലെങ്കിൽ നന്മകൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. പേഴ്സണലായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. ഈ കോവിഡ് വന്ന സമയത്തും മറ്റ് പല സിറ്റുവേഷൻസിലും ഒരുപാട് പേരെ സഹായിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. ആരുടെയും നിങ്ങൾക്ക് കാശ് മേടിച്ചിട്ടുണ്ട്, ആർക്കൊക്കെ കൊടുക്കാനുണ്ട്, ഇതൊന്നും നമുക്കറിയുന്ന വിഷയങ്ങളല്ല. ഇപ്പോഴാണ് ഇങ്ങനെ ഒരാൾ വന്നിട്ട് കാശ് വാങ്ങിച്ചു, ചോദിച്ചിട്ട് തിരിച്ച് കൊടുത്തില്ല, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി എന്നും പറഞ്ഞൊരു ആരോപണമായിട്ട് വന്നത്. ഇതിനകത്ത് ബാദുക്ക പറയുന്നത് വരെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗം അറിയില്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ റേച്ചൽ എന്ന സിനിമയുടെ പണിപ്പുരയിലാണ്, അതിൻ്റെ റിലീസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ മറുപടി പറയാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതുവരെ പോലും വെയിറ്റ് ചെയ്യാൻ നമ്മൾ മലയാളികൾ തയ്യാറല്ല. ഇപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ, ബാദുഷ എന്ന് പറയുന്ന ആ പ്രൊഡക്ഷൻ കൺട്രോളറുടെ മകളുടെയും വൈഫിൻ്റെയൊക്കെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോയിട്ട് പറയുന്ന വാക്കുകൾ, തെറികൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കി. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയും, വേറൊരാളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടല്ലേ ഇതൊക്കെ കേൾക്കേണ്ടി വരുമെന്ന് പറയും. മേടിച്ചത് ആരാണ്? ഈ ഭാര്യയും മകളുമാണോ? അവരുടെ അക്കൗണ്ടിൽ പോയിട്ട് തെറി പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മകൾ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ ആയിട്ട് ആ കമൻറ്റ് നമുക്കൊന്ന് കാണാം. ആ കമൻറ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. എന്തൊക്കെ രീതിയിൽ മോശപ്പെട്ട ലെവലിലാണ് ആ കുട്ടിയോട് സംസാരിക്കുന്നത്. ഒരു 20-22 വയസ്സോ അത്രയൊക്കെ ആ കുട്ടിക്ക് പ്രായമുള്ളൂ. ആ ഒരു കുട്ടിയോട് സംസാരിക്കുന്ന, ഇപ്പോൾ ബാദുഷ എന്ന് പറയുന്ന വ്യക്തി കാശ് മേടിച്ചു, അതിന് മകളുടെ അക്കൗണ്ടിൽ പോയിട്ട് തെറി പറഞ്ഞിട്ട് എന്താ കാര്യം? എന്ത് ഗുണമുണ്ട്? ഇന്നലെ മുതലാണ് അക്കൗണ്ടിലേക്ക് തെറികളുടെ ബഹളം എന്ന് പറയുന്നുണ്ട്. പ്രവാഹമാണ്, ഇഷ്ടംപോലെ ആൾക്കാർ തെറി പറയുന്നുണ്ട്. അത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. എന്തായാലും ഷിഫയ്ക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഹായ് ഓൾ, ഗുഡ് ആഫ്റ്റർനൂൺ. ഐ എം ഷിഫ ബാദുഷ. എൻ്റെ കോലം കണ്ട് നിങ്ങൾ അരുതാവരുത്. ഐ എം നോട്ട് റിയലി ഫീലിംഗ് വെൽ. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് പനിയായിരുന്നു. അതൊന്ന് മാറി ഇതായതോളൂ. ഇനിയിപ്പോൾ പനിയായിട്ട് ഇപ്പം കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് നടക്കുകയാണോ എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. സോ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ഓൺ വോയിസ് വീഡിയോ ഇടാൻ കാരണം, എനിക്ക് തോന്നുന്നു ഈ കാര്യം ഇനിയിപ്പോൾ ഞാനും കൂടി മാത്രമേ അറിയാനുണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക്, ഓ ഇത് ഞാനും കൂടി അറിയാനുള്ളൂ ഞാൻ തോന്നിപ്പോയി. സോ ദ തിങ് ഈസ്, ഞാൻ റീസെൻ്റ്ലി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ബ്ലാക്ക് ഗൗണിൽ എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ നോക്കി. ഇന്നലെ എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ അതെല്ലാം കഴിഞ്ഞ് രാത്രി വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ആ പോസ്റ്റിലൊരു കമൻറ്റ് വന്നേക്കുന്നു. എന്തായിരുന്നു, മോളെ നിൻ്റെ അച്ഛൻ നാട്ടുകാരെ പറ്റിച്ച് എന്താണ് ജീവിക്കാമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വന്നു. അപ്പോൾ അതിലൊരു ചേട്ടൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എന്തോന്നറിയാ കൊച്ചെന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ചിട്ട് ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹെയ്റ്റ് കമൻറ്റ്സ് വരുന്നത് എനിക്ക് വലിയ പുതുമയൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ അതങ്ങനെ മൈൻഡ് ആക്കാറില്ല. എന്നിട്ട് പിന്നെ അങ്ങനെ ഒരു കമൻറ്റിലൊക്കെ അതൊന്നും എന്നെ ഇങ്ങനെ ബാധിക്കുകയില്ല. എന്നെ അതെ, എൻ്റെ പാപ്പീനെ അതെ, ആരും ബാധിക്കാൻ പോകണില്ല. അങ്ങനെ ഇന്ന് രാവിലെ അതെല്ലാം കഴിഞ്ഞു, ലേറ്റ് നൈറ്റ് ആയിരുന്നു, ഞാൻ കിടന്നു. ഞാൻ മൈൻഡ് ആക്കിയതേ ഇല്ല, ഒന്നും ആക്കിയില്ല. ഞാൻ കാണിച്ചു തരാം അതിവിടെ. സോ അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ഇപ്പം ഞാൻ നോക്കിയിട്ട് രാവിലെ എണ്ണീറ്റു. ആസ് ഐ സെഡ് പനിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് നൈസായിട്ട് എണ്ണീറ്റ് വന്നപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റ നോക്കി കഴിഞ്ഞപ്പോൾ തുരുതുരാ ഇതുപോലെ കമൻറ്റ്സ് വന്നേക്കുന്നു റിലേറ്റഡ് ടു ദിസ് തിങ്. കുറേ കമൻറ്റ്സ് വന്നേക്കുന്നു. അപ്പം ഞാൻ കമൻറ്റ്സ് വരുമ്പോഴത്തേക്കും ഞാൻ ഇവരുടെ അക്കൗണ്ടിൽ കയറി നോക്കുന്നുണ്ട്. ലൈക്ക് ഇതൊക്കെ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ കാര്യത്തിനെ പറ്റി ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ഈ അക്കൗണ്ട്സ് കയറി നോക്കുന്നത്, മിക്ക അക്കൗണ്ടും കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതൊരു ഫേക്ക് അക്കൗണ്ട് ആണെന്നുള്ളത്. റിയൽ അക്കൗണ്ട്സ് ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല.
പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് ഓൾ ഓഫ് സഡൻ എൻ്റെ ഇതിലേക്ക് ഇങ്ങനെ എല്ലാവരും കൂടി ഇതായപ്പോൾ ഞാൻ ഓർത്തു ഇനിയിപ്പോൾ എല്ലാവരും കൂടി മറ്റേ ഗ്യാങ് ആയിട്ട് വന്നിട്ട് സൈബർ അറ്റാക്ക് വരാനുള്ള പ്ലാൻ ആയിരിക്കാം. അങ്ങനെ ഞാൻ നോക്കി, ഞാൻ എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചു. കാരണം റിയാക്ട് ചെയ്യണം എന്ന് എനിക്കൊരു സാധനം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കായിട്ട് കമൻറ്റ് ഇടാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എൻ്റെ പോസ്റ്റിൽ കമൻറ്റ് ഇട്ടേക്കുന്ന ആൾക്കാർക്ക് റിപ്ലൈ ആയിട്ട് കമൻറ്റ്സ് ഇടാൻ തുടങ്ങി. അതായത് വേറെ ആളുടെ കമൻറ്റിന് റിപ്ലൈ ആയിട്ട് ഇങ്ങനെ ഈ ആൾക്കാർ കമൻറ്റ് ഇടാൻ തുടങ്ങി. ആൻഡ് ഞാനപ്പോൾ അമ്മയുടെ അടുത്ത് പോയി, രാവിലെ അമ്മയുടെ അടുത്ത് പോയി ഞാൻ ചോദിച്ചു, അമ്മ എൻ്റെ ഇൻസ്റ്റയിലെ കമൻറ്റ്സ് അമ്മ കാണുന്നുണ്ടോ? അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു, ചീത്തവിളിയാണല്ലേ? ഞാൻ ചോദിച്ചു എൻ്റെ അമ്മ കണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ വാസ് ലൈക്ക് എനിക്ക് വരുന്നുണ്ട്, ഞാൻ എന്നിട്ട് ഹൈഡാക്കിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അമ്മ എന്തിനാ ഹൈഡാക്കേണ്ട ആവശ്യം? ഹൈഡാക്കി കഴിഞ്ഞാൽ നമ്മൾ അവരെ പേടിക്കുന്നു, നമ്മൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. ഇതിലിപ്പോൾ ഷിഫ പറയുന്നത് ഷിഫയുടെ അക്കൗണ്ടിൽ മാത്രമല്ല ഇത്തരം മോശപ്പെട്ട കമന്റ് ഫേക്ക് ഐ ഡി നിന്നാണ് കൂടുതൽ വരുന്നത്. റിയൽ ഐ ഡി നിന്ന് വളരെ കുറവാണ് വരുന്നത്. പക്ഷെ ഫേക്ക് ഐ ഡി വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഐ ഡികൾ സ്ക്രീൻ റെക്കോർഡിൽ കാണിക്കുന്നുണ്ട്. അതായത് വേറെ പോസ്റ്റുകളൊന്നുമില്ല, മോശപ്പെട്ട കമന്റുകൾ അയക്കാൻ വേണ്ടി മാത്രം തുടങ്ങിയ അക്കൗണ്ട് പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. എന്ത് ഗുണമാണ് കിട്ടുന്നത്? അല്ല, എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക, എന്ത് ഗുണമാണ് ഇങ്ങനെ ഈ അമ്മേനെയും മോളെയൊക്കെ പോയിട്ട് തെറി പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവരെ മോശം പറഞ്ഞിട്ട് ഈ പൈസ തിരിച്ചു കിട്ടും? ഇപ്പോൾ ബാദുഷ എന്ന് പറയുന്ന വ്യക്തി കാശ് മേടിച്ചിട്ടില്ലെന്നോ അല്ലെങ്കിൽ അത് തിരിച്ചു കൊടുത്തു എന്നൊന്നും ഇവിടെ അവകാശപ്പെടുന്നില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഇവരെ വേട്ടയാടിയിട്ട് എന്ത് ഗുണമാണ്? നാളൊരു സമയത്ത് ഇപ്പം ഷിഫ പറയുന്നു ഷിഫയ്ക്ക് അത് ബോധർ ചെയ്യുന്ന കാര്യമല്ല, ഷിഫ ബോധർ ചെയ്യുന്ന കാര്യമല്ല. പക്ഷേ അവരുടെ അമ്മ അങ്ങനെയല്ല. അമ്മ കുറച്ച് പാനിക് ആവാറുണ്ട്. ആ പാനിക്കായ സിറ്റുവേഷനിൽ അവരെന്തെങ്കിലും ചെയ്തു പോയാൽ, എന്തെങ്കിലും കടുങ്കൈ കാണിച്ചു പോയാൽ ഈ കമന്റ് ഇട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടം വരാനുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കൊരാളെ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാതിരുന്നൂടെ? അപ്പോൾ നിങ്ങൾക്ക് ഇപ്പുറത്ത് കാശ് കൊടുത്തവൻ വേദനിക്കുന്നില്ലേന്ന് ചോദിക്കും. അത് കാശ് വാങ്ങിച്ച ആളോടല്ലേ കാണിക്കേണ്ടത്? ആ കുടുംബത്തെ എന്തിനാണ് വേട്ടയാടുന്നത്? ഞാൻ വീണ്ടും പറയുന്നു, ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് നെഗറ്റീവ് പറയാം, അല്ലെങ്കിൽ എന്നെ തെറി പറയാം, നീ പോടാ മറ്റവനെ മറിച്ചവൻ എന്നൊക്കെ പറയാം. എന്നാലും പ്രശ്നമില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ സമൂഹം എന്താ എത്രയും അധപ്പതിച്ച് പോയെന്ന് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് സിനിമാക്കാരുടെ മെക്കിട്ടുകാരൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എല്ലാവർക്കും. ഒരു ചെറിയൊരു വാർത്ത കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെയാണ്. ഇതിന് ബാക്കി സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു സാധനം ആൾക്കാർ വിചാരിക്കുള്ളൂ. ഞാൻ എന്നിട്ട് അമ്മേനെ കൊണ്ട് അത് അൺഹൈഡ് ആക്കിച്ചു. ഞാൻ എന്നിട്ട് അമ്മയുടെ അക്കൗണ്ടിൽ ഫുള്ള് ഞാൻ നോക്കി. അമ്മയുടെ അക്കൗണ്ടിലും കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ഒരു ലാസ്റ്റ് 16-15 മണിക്കൂറുകൾ ആയിട്ടാണ് ഈ ഒരു സാധനങ്ങൾ വരുന്നത്, കമൻറ്റ്സ്. ഞാൻ എന്തൊക്കെ അമ്മ എന്ന് പറയുന്നതും എൻ്റെ ബ്രദർ എന്ന് പറയുന്നതും അങ്ങനെ റിയാക്ടിങ് ഒരു സാധനമല്ല. അതായത് അമ്മയ്ക്ക് പെട്ടെന്ന് ടെൻഷനാവും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ. അപ്പോൾ അമ്മ ഇങ്ങനെ ടെൻഷനായിട്ടാണ് ഇതിങ്ങനെ ഹൈഡാക്കിയത്. അപ്പോൾ ഞാൻ വാപ്പീനെ വിളിച്ചു. വാപ്പി ഇവിടെ ഇല്ല. വാപ്പിനെ ഞാൻ വിളിച്ചു. വാപ്പിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, വാപ്പി എന്താണ് കാര്യം? എനിക്ക് കുറച്ച് കാര്യം അറിയാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വാപ്പി വാസ് ലൈക്ക് എനിക്ക് മനസ്സിലായി നീ ചോദിച്ചോന്ന് പറഞ്ഞു. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ട് എടുക്കണം, വാപ്പി അത് പറയാണ്ടിരിക്കുന്ന കാലങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാനും എൻ്റെ ബ്രദറും ഒരു പ്രായം എത്തിക്കഴിഞ്ഞ് പിന്നെ വീട്ടിലെ കാര്യങ്ങൾ മക്കൾ അറിഞ്ഞ് വളരണം എന്നുള്ള രീതിയിലാണ് എന്നെയും എൻ്റെ ബ്രദറിനെ വളർത്തുന്നത്. അപ്പോൾ വാപ്പി എൻ്റെ അടുത്ത് പറഞ്ഞു നീ ചോദിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണ് സംഭവം? കാരണം ഞാനൊരു കാര്യത്തിനെ പറ്റി റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ വേണം. അതെന്താണ് സംഭവം എന്നുള്ളത് എനിക്കറിയണം. അങ്ങനെ ഞാൻ വാപ്പിയുടെ അടുത്ത് ചോദിച്ചു എന്താണ് സംഭവം. അപ്പോൾ വാപ്പി എൻ്റെ അടുത്ത് ഉള്ള റീസൺ പറഞ്ഞു. പക്ഷെ ആ കാര്യം എനിക്ക് പറയാൻ താല്പര്യമില്ല. കാരണം അത് വാപ്പിയായിട്ട് വന്ന് നിങ്ങളുടെ അടുത്ത് പറയും. എനിക്ക് അവരുടെ ഇടയിൽ കയറേണ്ട കാര്യമില്ല. അതെന്താണെന്ന് നിങ്ങളുടെ അടുത്ത് എനിക്കായിട്ട് പറയേണ്ട ആവശ്യമില്ല. കാരണം ബാദുഷയുടെയും ഈ പറയുന്ന ആളുടെയും ഇടയിലുള്ള കാര്യങ്ങളാണിത്. അല്ലാണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഒരാൾ പറയുന്ന കേട്ട് ചാടി അതിൻ്റെ പുറകെ കൂടി അവരെ ഇതാക്കി സംസാരിക്കുന്ന എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. സോ വാപ്പി കള്ളനാണ്, മറ്റേതാണ്, മറിച്ചതാണ് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, വാപ്പി ആരുടെ നിന്നും പൈസ വാങ്ങിച്ചിട്ടില്ലെന്നോ ഇനി ആർക്കും കൊടുക്കാനില്ലെന്നോ ഞാൻ പറയുന്നില്ല. സിനിമയാണ്, സിനിമയിൽ റോളിംഗ് ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഈ പറയുന്ന കേസ് എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഒരു സൈഡ് കേട്ടിട്ട് മാത്രം വന്ന് എൻ്റെ അടുത്തോ എൻ്റെ ഫാമിലിയുടെ അടുത്തോ ആരും വലിയ സൈബർ അറ്റാക്കും കൊണ്ട് വരണ്ട. ഇത് എനിക്ക് ഇത് എങ്ങും കൊള്ളാൻ പോകണില്ല. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മ മൈറ്റ് ഫീൽ കുറച്ച് ബാഡ്. കാരണം അമ്മ ഇങ്ങനെ പെട്ടെന്ന് ടെൻഷൻ ആവുന്ന ടൈപ്പാണ്. അതേപോലെ എൻ്റെ ബ്രദർ, അവൻ്റെ അക്കൗണ്ട് നോക്കിയിട്ട് ഞാൻ കണ്ടില്ല. പക്ഷെ അവൻ വാപ്പിനെ വിളിച്ച് പറഞ്ഞത്ര എങ്ങനെ സംഭവം ഉണ്ടെന്നുള്ളത്. അപ്പോൾ വാപ്പിനോട് ചോദിച്ചപ്പോഴാണ് അറിയുന്നത്. ആൻഡ് സിനിമയാണ്, റോളിംഗ് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ബാദുഷ കൊടുത്തിരിക്കും, അതെനിക്കറിയാം. ഞാൻ കാണുന്ന പോലെ ഞാൻ വീട്ടിലറിയുന്ന നിൽക്കുമ്പോൾ എനിക്കറിയാം വാപ്പി എന്താണ് ആരാണെന്നുള്ളത്. അതുകൊണ്ട്
എനിക്കങ്ങനെ എല്ലാവരും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എൻ്റെ ഫാമിലിക്കും ഇത് മെൻ്റലി പ്രശ്നമാവുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ ഇടുന്നത്. ആൻഡ് ഞാൻ തന്നെ എന്നെ ആരെങ്കിലും പ്രൊഡ്യൂസർ ബാദുഷയുടെ മോളാന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും, അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ട, എൻ്റെ പേരും പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. അത് ബാദുഷയുടെ മോളാന്ന് പറയാൻ എനിക്ക് മടിയായതുകൊണ്ടല്ല, എനിക്ക് എൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രൊഡ്യൂസർ ബാദുഷയുടെ മോൾ എന്ന് അറിയുന്നതിലും ഇത് എനിക്ക് ഷിഫ ബാദുഷ എന്നറിയുന്നതിലാണ് താല്പര്യം. അല്ലാണ്ട് എപ്പോഴും ഐ വിൽ ഓൾവേസ് ബി ഹാപ്പി ആൻഡ് പ്രൗഡ് ടു ബി ബാദുഷാസ് ഡോട്ടർ. അങ്ങനെ അറിയപ്പെടുന്നതിൽ എനിക്ക് സന്തോഷം, അഭിമാനം ഉണ്ട്. അതുകൊണ്ട് വാപ്പയുടെ പേരും പറഞ്ഞ് എൻ്റെ കമൻറ്റ് ബോക്സിലോ എൻ്റെ അമ്മയുടെയും ബ്രദറിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിൽ കിടന്ന് തുള്ളുന്ന ചേട്ടന്മാരെടുത്ത് ആ സമയം കൊണ്ട് വേറെ 2 നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക. യെസ്, താങ്ക് യു സോ മച്ച്. ഒന്നും പറയാനില്ല. കാരണം എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സൊസൈറ്റി ഇത്രയും അധപ്പതിച്ച് പോയത്? ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം ഉണ്ടാക്കിയ ആളോട് അല്ലെങ്കിൽ ഉണ്ടായിപ്പോയ ആളോടല്ല സംസാരിക്കുന്നത്, അവരുടെ ഫാമിലിയിൽ ഇതിനകത്ത് വലിച്ചിട്ട് അവരെ പോയിട്ട് മോശം പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് ഇത്രയും തരം താഴ്ന്ന് പെരുമാറുന്നുള്ളത്. ഒരു ടോം ക്രൂയിസ് എന്ന് പറഞ്ഞിട്ടൊരു ഫേക്ക് ഐഡിയ ആണത്. ഈ ഒരു ഷിഫയുടെ അക്കൗണ്ടിൽ പോയിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയുന്നു. അതിന് കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്ന ആൾക്കും അവരെ തെറി പറഞ്ഞിട്ട് ഒരുതരം സൈക്കിക് ലെവലിലുള്ള കമൻസ് ആണ് കാണുന്നത്. മാനസിക വിഭ്രാന്തി കാരണം ഇടുന്ന കമൻറ്റുകളുണ്ടല്ലോ, എന്തൊക്കെയും തള്ളക്കൊക്കെ വിളിച്ചിട്ട് എനിക്ക് എങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ബാദുഷയുടെ അക്കൗണ്ടിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, മനസ്സിലാക്കാം, അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത്. പൈസ വാങ്ങിച്ചിട്ടില്ലെന്നോ അല്ലെങ്കിൽ പൈസ കൊടുക്കാനില്ലെന്നോ ഒന്നും അവർ പറയുന്നില്ല. അതിന് ബാദുഷ വന്ന് സംസാരിക്കുന്ന വരെ ഒരു സമയം കൊടുക്കാനേ പറയുന്നുള്ളൂ. ആ സിനിമയുടെ റിലീസ് കഴിയുമ്പോൾ വന്ന് സംസാരിക്കും. അതുവരെ വെയിറ്റ് ചെയ്യാൻ എന്തേ പറ്റുന്നില്ലേ? ഷിഫയോട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ കാശ് വാങ്ങിച്ചാൽ കൊടുക്കണം. അപ്പോൾ അതൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം ഹരീഷിനെ പേഴ്സണലി വിളിച്ച് ഹരീഷിനോട് സംസാരിച്ച് തരാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പക്ഷേ. ഇവിടെ എന്തുകൊണ്ട് അത് സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് റിവീൽ ചെയ്യുന്നില്ല എന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ ഈ പറയുന്ന സിനിമയുടെ തിരക്കുള്ളതുകൊണ്ടായിരിക്കാം. അദ്ദേഹം നാട്ടിലില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമാണ് ഇവിടെ അവർ ആവശ്യപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു സിനിമാക്കാരനെതിരെ ഒരു ആരോപണം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ജനങ്ങൾ ഒരു കഥ ഉണ്ടാക്കുകയാണ്. അയാൾ പണ്ടേ അങ്ങനെയായിരുന്നു, ഇന്നലെ വരെ ചെയ്ത നല്ല പ്രവർത്തികളെല്ലാം മറന്നു കഴിഞ്ഞു, ഇന്ന് സംഭവിച്ച ഈ ഒരു കാര്യത്തിലാണ് മോശക്കാരനായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ ഇന്നലെ വരെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ അതൊക്കെ ഒറ്റയടിക്ക് മറന്നു. ഇതൊക്കെ എങ്ങനെ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഹരീഷ് കണാരൻ്റെ ഭാഗത്തെ അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളെ കാണാതെയല്ല സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ അതിൻ്റെ പേരിൽ ഈ ഫാമിലിയെ അറ്റാക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ബാദുഷയുടെ അക്കൗണ്ടിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ബാദുഷ ഇടുന്ന ഫോട്ടോയ്ക്ക് കമൻറ്റ് ചെയ്യുമോ, ഓക്കെ ഫൈൻ, മനസ്സിലാക്കാം. ഈ അമ്മയും മോളും എന്ത് തെറ്റ് ചെയ്തു? ഈ അമ്മയും മോളും എന്ത് തെറ്റ് ചെയ്തു? മലയാളികൾ ഇത്രയും, എല്ലാവരുടെ കാര്യമല്ല, മലയാളികളിൽ ചിലർ ഇത്രയും തരംതാണ് പോയി എന്നുള്ളത് ചിന്തിക്കുമ്പോൾ വിഷമം തോന്നുകയാണ്. അപ്പോൾ പോരട്ടെ, ഇതിൻ്റെ താഴെയും വന്ന് തെറി പറയാനുള്ളവർക്കൊക്കെ വന്ന് തെറി പറയാം, മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം. തെറി പറയാൻ വേണ്ടി ജനിച്ചവർ തെറി പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.